നമസ്കാരം. ശ്രീരാഗം ആസ്ട്രോളജിയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. 12 നക്ഷത്രക്കാർക്ക് ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം ലഭിച്ചു തുടങ്ങുകയാണ്. ഇതിൻ്റെ ഫലമായി പല വിധത്തിലുള്ള നേട്ടങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിഞ്ഞ് അപ്രതീക്ഷിതമായ പല ഗുണാനുഭവങ്ങളും 12 നക്ഷത്രക്കാരെ തേടിയെത്തുകയാണ്. നിങ്ങൾ ചെയ്യേണ്ടത്, അടുത്ത ഹനുമാൻ സ്വാമി ക്ഷേത്രമുണ്ടെങ്കിൽ ദർശനം നടത്തുക, വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഹൃദയം നിറഞ്ഞുള്ള ആ പ്രാർത്ഥന മതി ഈ ഗുണാനുഭവങ്ങൾ പൂർണ്ണമായി നിങ്ങളിലേക്ക് എത്തുന്നതിന് സഹായിക്കാൻ. 12 നക്ഷത്രക്കാർക്കാണ് ഈ മഹാഭാഗ്യം വന്നിരിക്കുന്നത്. ഹനുമാൻ സ്വാമി അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ വിദേശ യാത്രയ്ക്കുള്ള ആ ഒരു തടസ്സങ്ങൾ വരെ, എന്തെങ്കിലും തടസ്സങ്ങളാൽ വിദേശയാത്ര നിങ്ങൾക്ക് മുടങ്ങിയിരിക്കുകയാണെങ്കിൽ ആ മുടക്കം മാറി വിദേശത്തേക്ക് സന്തോഷമായി പോയി ജോലി ചെയ്ത് സമ്പാദിക്കാനുള്ള ഭാഗ്യം കൂടി ഹനുമാൻ സ്വാമി നൽകുന്നതാണ്. 12 നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്കാണ് ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം എത്തിയിരിക്കുന്നത്. ഇതിൻ്റെ ഫലമായി ജീവിതത്തിൽ സന്തോഷകരമായ പല നിമിഷങ്ങളും സന്തോഷകരമായ പല മാറ്റങ്ങളും ഭാഗ്യാനുഭവങ്ങളും വന്നു ചേരുന്നതാണ്. ഇതുവരെ അനുഭവിച്ചുകൊണ്ടിരുന്ന കഷ്ടനഷ്ട ദുഃഖ ദുരിതങ്ങളൊക്കെ മാറി സാമ്പത്തികമായി ഭദ്രത ഉണ്ടാകുന്നതിനും ശത്രുദോഷം ഒഴിയുന്നതിനും ഹനുമാൻ സ്വാമി കടാക്ഷിക്കുന്നതാണ്. ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുക, വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക, ഇത്രയുമാണ് നിങ്ങൾ ചെയ്യേണ്ടതായ ഈ അനുഭവം അല്ലെങ്കിൽ ഈ ഗുണാനുഭവം പൂർണ്ണമായി നിങ്ങളിലേക്ക് എത്തുന്നതിന് പ്രാർത്ഥന, ക്ഷേത്ര ദർശനം, ഇത് മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അത്രയ്ക്ക് നല്ല സമയം. വിദേശ യാത്രാ തടസ്സം നീങ്ങുന്നതിനാണ് ഇവിടെ ഹനുമാൻ സ്വാമി ഏറ്റവും അധികം പ്രാധാന്യം നൽകുന്നത്, അല്ലെങ്കിൽ ഏറ്റവും അധികം കടാക്ഷിക്കാൻ പോകുന്നത്. അപ്പോൾ വിദേശത്തേക്ക് തുടർ പഠനവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ വിദേശത്തേക്ക് ഭർത്താവിൻ്റെ അടുത്തേക്ക് അല്ലെങ്കിൽ ഭാര്യയുടെ അടുത്തേക്കൊക്കെ വിദേശ യാത്ര നടത്താനായി ആഗ്രഹിക്കുന്നവരുണ്ടാകും. ജോലി ചെയ്യുന്ന അതുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ മക്കളുടെ അടുത്തേക്ക് വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന മാതാപിതാക്കളുണ്ടാകും. അതിനൊക്കെ പലവിധ തടസ്സങ്ങളുണ്ടെങ്കിൽ പോലും ആ തടസ്സങ്ങളൊക്കെ ഹനുമാൻ സ്വാമി മാറ്റിത്തരുന്നതാണ്. 12 നക്ഷത്രക്കാർക്കാണ് ആ ഭാഗ്യം സിദ്ധിച്ചിരിക്കുന്നത്. അപ്പോൾ ആ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം. മറക്കേണ്ട ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനം ഈ പറയാൻ പോകുന്ന 12 നക്ഷത്രക്കാരും നടത്തുന്നത് ഏറ്റവും ഉത്തമമായ ഫലങ്ങളെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാർക്ക് ശക്തമായ, അതായത് ഇതുവരെ തോന്നാത്ത തരത്തിലുള്ള ഒരു മാനസിക സന്തോഷം അല്ലെങ്കിൽ ശാരീരിക സൗഖ്യമൊക്കെ നിങ്ങൾക്ക് അനുഭവത്തിൽ വരാൻ പോവുകയാണ്. അത് ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം മൂലം തന്നെയാണ്. അപ്പോൾ പ്രത്യേകമായി എന്തെങ്കിലും നിങ്ങൾക്ക് ഇന്ന് രാവിലെ എഴുന്നേറ്റതിന് ശേഷം ഒരു പ്രത്യേക പവർ, ഒരു ഊർജ്ജമൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അത് ഓർത്തുകൊള്ളൂ. ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം നിമിത്തം തന്നെയാണ് നിങ്ങളിലേക്ക് ഇങ്ങനെയൊരു പ്രത്യേക ചൈതന്യം എത്തിച്ചേർന്നിരിക്കുന്നത്. സാമ്പത്തിക സ്ഥിതി മികച്ചതാകുന്ന സമയം തന്നെയാണ് ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം നിമിത്തം ഇനി വന്നു ചേരാൻ പോകുന്നത്. സന്തോഷം വന്നു ചേരുകയും അത് നിലനിൽക്കുകയും ചെയ്യുന്നതാണ്. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ അടിക്കടി സന്തോഷങ്ങൾ വരുന്നുണ്ട്, പക്ഷേ നിലനിൽക്കുന്നില്ല. ഒരു സന്തോഷത്തിന് പിറകെ മറ്റൊരു ദുഃഖം എന്നോണം വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു അവസ്ഥ മാറണം. ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുക. ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം ഉള്ളതിനാൽ തന്നെ സന്തോഷകരമായ ധാരാളം നിമിഷങ്ങൾ ഇനി ജീവിതത്തിൽ നിലനിൽക്കുന്നതാണ്. വന്നും പോകുന്നതല്ല, നിലനിൽക്കും എന്നതാണ് എടുത്തു പറയേണ്ടതായ കാര്യം. മംഗളകരമായ കർമ്മങ്ങൾ നടത്താനും അതിൽ പങ്കുചേരാനും ഒക്കെയുള്ള യോഗം ഹനുമാൻ സ്വാമി അനുഗ്രഹിച്ച് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പോസിറ്റീവായ മാറ്റങ്ങൾക്കൊക്കെയും ഹനുമാൻ സ്വാമിയോട് നന്ദി പറഞ്ഞുകൊണ്ട് വേണം ഇനി മുന്നോട്ട് പോകുവാനായിട്ട്. അത്രയ്ക്ക് നല്ല സമയം ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം നിമിത്തം നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേരാൻ പോകുന്നു. എന്നെക്കൊണ്ട് സാധിക്കില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ തഴഞ്ഞു വെച്ചിരുന്ന പല കാര്യങ്ങളും ഇനി യാതൊരു പ്രയാസവും കൂടാതെ നിങ്ങൾക്ക് ചെയ്യാൻ കൂടി സാധിക്കുന്നതാണ്. അപ്പോൾ ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹമാണ് ഇതിന് നിങ്ങൾക്ക് തുണയായിട്ടുള്ളത്. അപ്പോൾ അത് മനസ്സിൽ ഓർക്കുക, സ്മരിക്കുക. ക്ഷേത്ര ദർശനവും മറക്കേണ്ട. ചിത്തിര, ചോതി, വിശാഖം നക്ഷത്രക്കാർക്കും സമൂഹത്തിൽ ഇനി അംഗീകാരങ്ങളൊക്കെ വന്നു ചേരാൻ പോവുകയാണ്. ബന്ധങ്ങൾക്കിടയിൽ, അതായത് ദാമ്പത്യ ബന്ധത്തിനിടയിൽ എന്തെങ്കിലുമൊക്കെ വിള്ളലുകളുണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞ് തീർക്കാനും ഇവിടെ ഹനുമാൻ സ്വാമി നിങ്ങളെ അനുഗ്രഹിക്കുന്നുണ്ട്. തീരുമാനങ്ങളൊക്കെ വേഗത്തിൽ എടുക്കാനും ഹനുമാൻ സ്വാമിയുടെ ഒരു കൃപ നിങ്ങൾക്കുണ്ടാകുന്നുണ്ട്. പല തീരുമാനങ്ങൾ എടുക്കുമ്പോഴും വേണോ വേണ്ടായോ എന്നൊരു ചിന്തയുണ്ടായിരുന്നു. അപ്പോൾ ആ ചിന്തയൊക്കെ മാറി ഏത് കാര്യത്തിനും പെട്ടെന്ന് തീരുമാനമെടുത്ത് സഡൻ ആക്ഷന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ എടുക്കാനും നിങ്ങൾക്ക് സാധിക്കും. സാമ്പത്തികമായി ഇനി ലഭിക്കാൻ പോകുന്ന ഒരു മാറ്റത്തെ വെറും നിസ്സാരമായി കാണേണ്ട, അത്രയ്ക്ക് വലിയൊരു മാറ്റം ഹനുമാൻ സ്വാമി കടാക്ഷിച്ച് നിങ്ങളിലേക്ക് എത്തുകയാണ്. ആഗ്രഹങ്ങളൊക്കെയും അതുവഴി പൂർത്തീകരിക്കപ്പെടുന്നതാണ്. എല്ലാ അർത്ഥത്തിലും ജീവിതം വിജയം കൈവരിച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്ന തരത്തിലേക്ക് ഹനുമാൻ സ്വാമി നിങ്ങളെ കൊണ്ടുചെന്ന് നിർത്തിക്കും.
അപ്പോൾ പ്രാർത്ഥിക്കുക, സ്മരിക്കുക. ഹനുമാൻ സ്വാമിയോട് എപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം. നമ്മൾ അത്രത്തോളം ദുഃഖകരമായ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഇനി ഹനുമാൻ സ്വാമി നിങ്ങളെ രക്ഷിക്കാൻ പോവുകയാണ്. മികച്ച ഒരു സമയമായി ഇനിയുള്ള ഒരു കാലത്തെ നിങ്ങൾക്ക് വിശേഷിപ്പിക്കുക. അത്രത്തോളം ഭാഗ്യം ഹനുമാൻ സ്വാമി നിങ്ങൾക്ക് നൽകുന്നുണ്ട്. സന്തോഷം വന്നു ചേരും, ജീവിതത്തിൽ സമാധാനം വന്നു ചേരും. ഏറ്റവും മികച്ച ഒരു സമയമായതിനാൽ ഏറ്റവും മികച്ചതായ കാര്യങ്ങളെ നിങ്ങളിലേക്ക് ഹനുമാൻ സ്വാമി എത്തിക്കുകയുള്ളൂ. അതുപോലെ കടം വാങ്ങിയ ധനമൊക്കെ തിരികെ കൊടുക്കാൻ എങ്ങനെ കൊടുക്കുമെന്ന് ആലോചിച്ച് ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ അത് തിരികെ കൊടുക്കാനുള്ള ആ ഒരു സാമ്പത്തിക മാറ്റം നിങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യും ഹനുമാൻ സ്വാമി. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുക. അറിയാമല്ലോ ഹനുമാൻ സ്വാമിക്ക് എന്തൊക്കെയാണ് വഴിപാടുകൾ സമർപ്പിക്കേണ്ടതെന്ന്. അപ്പോൾ ആ വഴിപാടുകളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഈ അനുഗ്രഹങ്ങളൊക്കെ അല്ലെങ്കിൽ ഈ ഗുണാനുഭവങ്ങളൊക്കെ പൂർണ്ണ തോതിൽ നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടിയാണ് ഈ പറഞ്ഞത്. ക്ഷേത്ര ദർശനവും വളരെയധികം അനിവാര്യമായ സമയമാണെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ ഗുണാനുഭവങ്ങൾ പൂർണ്ണമായും നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. മകം, പൂരം, ഉത്രം നക്ഷത്രക്കാർക്കും ജീവിതത്തിൽ ഇനി പല വിധത്തിലുള്ള മാറ്റങ്ങൾ തുടങ്ങാൻ പോവുകയാണ്. കഷ്ട, നഷ്ട, ദുഃഖ, ദുരിതങ്ങളൊക്കെ മാറി ഒരു മാറ്റത്തിൻ്റെ സമയം ഹനുമാൻ സ്വാമി നൽകുകയാണ്. വളരെ കാലമായി നിങ്ങൾക്ക് മുടങ്ങിക്കിടക്കുന്ന ജോലികളെല്ലാം തന്നെ പൂർത്തീകരിക്കാൻ ഈ ഒരു സമയം സാധിക്കും. സാമ്പത്തിക സ്ഥിതിയിൽ വളരെയധികം അനുകൂലമായ മാറ്റമുണ്ടാകും. എല്ലാ തരത്തിലും ഒരു നേട്ട സമയം അല്ലെങ്കിൽ മികച്ച സമയമെന്ന് നിങ്ങൾക്ക് തന്നെ സ്വയം വിശേഷിപ്പിക്കാവുന്ന സമയമാണ് ഹനുമാൻ സ്വാമി ഇനി പ്രദാനം ചെയ്യാൻ പോകുന്നത്. സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് കാര്യങ്ങളെ കൈകാര്യം ചെയ്യാനായി സാധിക്കും. പല കാര്യങ്ങളും വാങ്ങണമെന്നുണ്ട്, ചെയ്യണമെന്നുണ്ട്. പക്ഷേ കയ്യിൽ അതിനനുസരിച്ച് ധനമില്ലാത്തതിനാൽ മാറി നിന്നിരുന്ന നിങ്ങൾക്ക് ഇനി ധൈര്യമായി മുന്നോട്ട് വരാനുള്ള ഭാഗ്യം കൂടി ഹനുമാൻ സ്വാമി പ്രദാനം ചെയ്യുന്നുണ്ട്. കർമ്മമേഖലയുമായി ബന്ധപ്പെട്ട് ധാരാളം മാറ്റത്തിൻ്റെ ഒരു പൊളിച്ചടുക്കിൻ്റെയൊക്കെ സമയമാണ്. കർമ്മമേഖലയിൽ എന്തെങ്കിലും ശത്രുക്കൾ ഉണ്ടെങ്കിൽ പോലും ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുക. ആ ശത്രുതാ മനോഭാവത്തോടു കൂടി നിൽക്കുന്നവരെ തന്നെ ഹനുമാൻ സ്വാമി നല്ല മനസ്സ് കൊടുത്ത് മാറ്റും, നിങ്ങൾക്ക് അനുകൂലമാക്കി തരും. വെച്ചടി ഉയർച്ചയും സന്തോഷവുമാണ് ഇനി നിങ്ങൾക്ക് ഹനുമാൻ സ്വാമി നിമിത്തം വന്നു ചേരാൻ പോകുന്നത്. ജോലിയിൽ പുതിയ അവസരങ്ങൾ വന്നു ചേരും. ജോലിക്കായി കാത്തു നിൽക്കുന്നവർക്കും നല്ല രീതിയിലുള്ള അവസരങ്ങൾ വന്നു ചേരും. അപ്പോൾ നിങ്ങൾക്ക് കഴിവ് തെളിയിക്കാനുള്ള ഒരു ഭാഗ്യം കൂടി ഹനുമാൻ സ്വാമി കനിഞ്ഞ് നൽകുന്നുണ്ട്. കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്രക്കാർക്കും അനുകൂല മാറ്റങ്ങൾ ഹനുമാൻ സ്വാമി നിമിത്തം തേടിയെത്തുകയാണ്. പലപ്പോഴും ജോലിയിലുണ്ടായിരുന്ന പല ബുദ്ധിമുട്ടുകളും നിങ്ങൾക്ക് വളരെയധികം മാനസിക സംഘർഷങ്ങൾ നൽകിയിരുന്നു. എങ്കിലിനി അതൊക്കെ മാറാൻ പോവുകയാണ്. എല്ലാ മാനസിക സംഘർഷങ്ങളും ഒഴിയാൻ പോവുകയാണ്. പല മാറ്റങ്ങളും നിങ്ങൾ ഒരുപാട് നാളായി കാത്തിരുന്നതായിരുന്നു. അതായത് ഒരുപാട് നാളായി നടക്കുമെന്ന് പറഞ്ഞ് കാത്തിരുന്ന പല മാറ്റങ്ങളും ഇനി മുതൽ ഹനുമാൻ സ്വാമി നിങ്ങൾക്ക് നൽകാൻ പോവുകയാണ്. സാമ്പത്തികമായി ധാരാളം നേട്ടങ്ങൾ വന്നു ചേരുന്നതാണ്. നിങ്ങൾ ചിന്തിക്കുന്നതിലും അപ്പുറമുള്ള സാമ്പത്തിക മുന്നേറ്റം ഉണ്ടാകും. ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുക, ക്ഷേത്ര ദർശനം നടത്തുക, വഴിപാടുകൾ സമർപ്പിക്കുക. പോസിറ്റീവ് മാറ്റങ്ങൾ ധാരാളമായി എത്തുന്നതിനും അത് നിങ്ങളിലേക്ക് ധാരാളം മാറ്റങ്ങൾ വന്നു ചേരുന്നതിനും ക്ഷേത്ര ദർശനം കൊണ്ട് സാധ്യമാകുന്നതാണ്. നിങ്ങളുടെ വരുമാനം ഡബിളായി വർദ്ധിക്കുന്ന ഒരു സമയം കൂടിയാണ് ഹനുമാൻ സ്വാമിയുടെ ഈ അനുഗ്രഹം നിമിത്തം. ആരോഗ്യകാര്യങ്ങൾ അത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. ആരോഗ്യപരമായി വേദനിപ്പിച്ചുകൊണ്ടിരുന്ന പല ബുദ്ധിമുട്ടുകളും മാറി സന്തോഷമായി ഓടിച്ചാടി നടക്കാനുള്ളൊരു ധൈര്യം അല്ലെങ്കിൽ മനക്കരുത്ത് അല്ലെങ്കിൽ ശരീര സൗഖ്യം കൂടി ഇവിടെ ഹനുമാൻ സ്വാമി നിമിത്തം ഉണ്ടാകുന്നുണ്ട്. ബിസിനസ് ചെയ്യുന്നവർക്ക് ബിസിനസ് ഏത് തരം, ചെറിയ ബിസിനസ് ആകട്ടെ വലിയ ബിസിനസ് ആകട്ടെ, ഏത് ആയാലും ബിസിനസ് കൊണ്ട് നിങ്ങൾക്കിനി അറിയപ്പെടേണ്ട, അതായത് പേരും പ്രശസ്തി 10 പേരാൽ പറയേണ്ടതായ നാമോച്ചാരണം. അതായത് നമ്മൾ ചെയ്യുന്ന കാര്യം 10 പേര് അറിഞ്ഞാലല്ലേ അതിന് ഒരു ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു പോപ്പുലാരിറ്റി ഉണ്ടാവും. അങ്ങനെ ഒരു സമയമാണ് ഇവിടെ ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം നിമിത്തം വന്നു ചേരാൻ പോകുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത് അടുത്ത ഹനുമാൻ സ്വാമി ക്ഷേത്രമുണ്ടെങ്കിൽ ക്ഷേത്ര ദർശനം നടത്തുക. വെറും കൈയായി പോകാതിരിക്കുക. വഴിപാടുകൾ സമർപ്പിക്കുക, പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ വിഷമങ്ങളൊക്കെയും ആ തിരുനടയിൽ പറഞ്ഞ് പ്രാർത്ഥിക്കുക. വളരെ അനുകൂല സമയമായതിനാൽ തന്നെ നിങ്ങൾക്കൊരു തോഴനായി, നിങ്ങൾക്കൊരു സഹപാഠിയായി ഒക്കെ ഭഗവാനെ കണ്ട് നിങ്ങളുടെ വിഷമങ്ങൾ പറഞ്ഞാൽ ഇപ്പോൾ ഭഗവാൻ നിങ്ങളിൽ പ്രസീതനായിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളിൽ പ്രസാദിക്കാൻ പോകുന്ന സമയമായതിനാൽ ഇരട്ടി ഭാഗ്യവും ഇരട്ടി ഫലവും നിങ്ങളിലേക്ക് എത്തിക്കുമെന്നതിൽ സംശയം വേണ്ട. നന്ദി.